ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, സഭയായി ഈ ഞായറാഴ്ച ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുമ്പോൾ ഇന്നത്തെ ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന ചിന്താവിഷയം ചങ്ങലകളെ തകർക്കുക, ആസക്തികളിൽ നിന്ന് മോചിതരാകുക. ബ്രേക്ക് ദ ചെയിൻ, ഫൈൻഡിങ് ഫ്രീഡം ഫ്രം അഡിക്ഷൻസ്. അതിനാധാരമായി വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൽ കടലിനെയും കാറ്റിനെയും ശാന്തമാക്കിയ യേശു കടൽ കടന്ന് എത്തിച്ചേരുന്നത് തകർന്നുപോയ, തിന്മയുടെ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട ഒരു മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ്. കൂടുതലായി വിജാതീയ ജനം താമസിച്ചിരുന്ന സ്ഥലമായിരുന്നതിനാൽ യഹൂദന്മാർ അവിടെ സന്ദർശിക്കുക പതിവല്ലായിരുന്നു. എന്നാൽ അവിടേക്ക് യേശു സന്ദർശിക്കുമ്പോൾ നമ്മെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. ദൈവരാജ്യം എന്നത് ആലയങ്ങൾക്കുള്ളിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് അത് മനുഷ്യൻ ഏറ്റവും തകർന്നു കിടക്കുന്ന ഇരുണ്ട ഇടങ്ങളിലേക്ക് ഇറങ്ങിച്ചിരുന്ന അനുഭവമാണ് എന്ന് കാണിക്കുന്നു. സാധാരണയായി ലഹരി അല്ലെങ്കിൽ ആസക്തി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ മദ്യം, പുകയില, മയക്കുമരുന്ന് എന്നിവകളാണ്. എന്നാൽ ദൈവവചന വെളിച്ചത്തിൽ ചിന്തിച്ചാൽ ഒരു മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതും മനുഷ്യന്റെ ജീവിതത്തെയും ചിന്തകളെയും നിയന്ത്രിക്കുന്നതുമായ എന്തും അഡിക്ഷൻ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആസക്തി നമ്മെ ചെന്നെത്തിക്കുന്നത് ചില ചങ്ങലകളുടെ അടിമത്തത്തിലേക്കാണ്. ചിലർക്ക് ലഹരി അധികാരത്തോടാണ്, എല്ലാവരെയും അടിച്ചമർത്താനും നിയന്ത്രിക്കാനും ഉള്ള ലഹരി. ചിലർക്ക് ലഹരി സാമൂഹ്യ മാധ്യമങ്ങളോടാണ്. അങ്ങനെ തുടങ്ങിയ പലതരം ലഹരികളെ, ആസക്തികളെ ഇന്ന് ലോകത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കും. എന്നാൽ മനസ്സിനെ ഭരിക്കുന്ന ഏത് അഡിക്ഷനും നമ്മെ കൊണ്ടുചെന്നെത്തിക്കുന്നത് ഒരിക്കലും മോചിതരാകാൻ സാധിക്കാത്ത ചങ്ങലകളുടെ അനുഭവത്തിലേക്കാണ്. 2 ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. ഒന്നാമതായി, ആസക്തി തകർത്ത് കളയുന്ന മനുഷ്യത്വത്തെ ക്രിസ്തു പുനഃസ്ഥാപിക്കുന്നു. Christ restores the identity that addiction destroys. വേദഭാഗത്തെ മനുഷ്യൻ താമസിച്ചിരുന്നത് കല്ലറകളിലായിരുന്നു. അവനെ ബന്ധിക്കുവാൻ സാധിക്കാതെ മൂർച്ചയുള്ള കല്ലുകൾ കൊണ്ട് സ്വന്തം ശരീരത്തെ അയാൾ മുറിപ്പെടുത്തി. ഒരു ലഹരിയോ തെറ്റായ ശീലമോ മനുഷ്യനെ കീഴടക്കുമ്പോൾ മനുഷ്യന്റെ വ്യക്തിത്വവും അന്തസ്സും നഷ്ടപ്പെടുന്നു. ഇന്ന് പുറമെ മാന്യമായും എന്നാൽ ഉള്ളിൽ ശാന്തിയുടെ അനുഭവങ്ങളാൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളെ കാണുവാനായി സാധിക്കും. യേശു അവന്റെ പേര് ചോദിക്കുന്നുണ്ട്. 9-ാം വാക്യത്തിൽ അവന്റെ മറുപടി പ്രകാരമാണ്. യേശു ചോദിക്കുന്നുണ്ട്, നിന്റെ പേര് എന്താ എന്ന് അവനോട് ചോദിച്ചതിന്, എന്റെ പേർ ലെഗിയോൻ, ഞങ്ങൾ പലരാകുന്നു എന്ന് അവൻ ഉത്തരം പറയുന്നു. അതായത് തിന്മകളുടെ കൂട്ടമായിരുന്നു അവന്റെ പുതിയ വിലാസം. സ്വന്തം വ്യക്തിത്വം അവന് നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ യേശുവിന്റെ ഇടപെടലാൽ അവന് സൗഖ്യം ലഭിക്കുന്നു. അധികാരമുള്ള യേശുവിന്റെ വാക്കിൽ തിന്മയുടെ ശക്തികൾ അവനെ വിട്ട് മാറുന്നു. ഇതറിഞ്ഞ് ഓടിയെത്തിയതായ ജനങ്ങൾ കണ്ടത് ഒരു അത്ഭുത കാഴ്ചയാണ്. ആ മനുഷ്യൻ വസ്ത്രം ധരിച്ചും ബോധമുള്ളവനായി യേശുവിന്റെ കാൽക്കൽ ഇരിക്കുന്നു. ഭ്രാന്തിന്റെ അനുഭവം മാറി സമാധാനം ലഭിക്കുന്നു. നല്ല ചിന്തകൾ നൽകി നഷ്ടമായി പോയ മനുഷ്യത്വവും അന്തസ്തും ക്രിസ്തു ഇവിടെ പുനഃസ്ഥാപിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 2-ാമതായുള്ള ചിന്ത, വിടുതൽ സാക്ഷ്യമായി തീരുന്നു. ഡെലിവറൻസ് ബിക്കംസ് എ ടെസ്റ്റിമണി. സൗഖ്യം പ്രാപിച്ച ആ മനുഷ്യന് യേശുവിന്റെ കൂടെ വരുവാൻ ആഗ്രഹമുണ്ടായി.
എന്നാൽ യേശുവിന്റെ മറുപടി 19-20 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. തെറ്റായ ശീലങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും നമ്മെ വിടുവിക്കുന്നത് സൗഖ്യത്തിന്റെ സുഖം അനുഭവിച്ച് സ്വസ്ഥമായി ഇരിക്കാനല്ല. മുൻപ് അവനെ ചങ്ങലയിൽ കൂട്ടുവാൻ നോക്കിയ ജനങ്ങളുടെ ഇടയിലേക്ക് യേശു അവനെ അയക്കുകയാണ്. ആ ഇരുണ്ട ദേശത്ത് ദൈവകൃപയുടെ ജീവനുള്ള അനുഭവമായി മാറുന്നതിനു വേണ്ടി നമ്മുടെ ജീവിതത്തിലും ലഭിച്ച വിടുതലിൽ സന്തോഷിച്ച് മതിമറന്ന് മുൻപോട്ട് ജീവിക്കുകയല്ല, മറിച്ച് നാം അനുഭവിച്ച ദൈവകൃപയുടെ ജീവനുള്ള സാക്ഷ്യങ്ങളായി നമുക്ക് മാറണം. എന്റെ കർത്താവ് എനിക്ക് ചെയ്ത ഉപകാരങ്ങളെ, വിടുതലിന്റെ അനുഭവത്തെ മറ്റുള്ളവർക്ക് സാക്ഷ്യത്തിന്റെ അനുഭവങ്ങളായി നമുക്ക് മാറ്റാം. പ്രിയമുള്ളവരെ, ഞാൻ ഒരു വലിയ പാപിയല്ല, എനിക്ക് ലഹരിയുടെ ദുശ്ശീലങ്ങൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് സ്വയം നമുക്ക് ന്യായീകരിക്കാം. എന്നാൽ ഓർക്കുക, നമ്മുടെ മനസ്സിൽ ഉള്ളതായ എല്ലാ തെറ്റായ ചിന്തകളും, കോപം, അസൂയ ഒരു തരത്തിൽ അഡിക്ഷൻ തന്നെയാണ്. അന്ന് ആ ഗദരദേശത്ത് കടൽ കടന്നു വന്ന അതേ യേശു ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ട്. നമ്മുടെ ഹൃദയങ്ങളിലെ അശാന്തികളെ മാറ്റാനും ചങ്ങലകളെ പൊട്ടിക്കാനും അവൻ ആഗ്രഹിക്കുന്നു. നമുക്ക് നഷ്ടമായി പോയ നല്ല സ്വഭാവത്തെ തിരികെ നൽകി ലോകത്തിന്റെ മുൻപിൽ നല്ലൊരു സാക്ഷിയാക്കി നമ്മെ മാറ്റുവാൻ അവൻ ഒരുക്കമാണ്. നമ്മെ പരിപൂർണമായി യേശുവിനെ മുൻപിൽ സമർപ്പിക്കാം. നമ്മുടെ ചങ്ങലകളെ തകർക്കാം. വിടുവിക്കപ്പെട്ടവരായി, വീണ്ടെടുക്കപ്പെട്ടവരായി നമുക്ക് തീരാം.